ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ട്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ ചോദിച്ചാൽ അല്ല. ശരിക്കും നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ അവിടുത്തെ വീഡിയോസ് ഒക്കെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഇങ്ങനെ മുറ്റത്തോട്ട് വന്ന് നോക്കിയപ്പം നല്ല രസമുണ്ടായിരുന്നു സ്കൈ കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മഞ്ഞും ഉണ്ടായിരുന്നു. സ്കൈ ആണെങ്കിൽ ഒരു ഓറഞ്ച് കളറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വെച്ച് വീഡിയോസ് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അമ്മ മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കട്ടിൽ വൃത്തിയാക്കുക എന്നുള്ളത്. ശരിക്കും ആരാണോ ലാസ്റ്റിൽ എണ്ണിക്കുന്നത് അവർ വേണം വൃത്തിയാക്കാമെന്നാണ് ഇവിടുത്തെ റൂള്. ഇന്ന് അനിയത്തിക്ക് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ എണ്ണിച്ചുകൊണ്ട് ഞാൻ വെച്ചെങ്കിൽ ഞാൻ തന്നെ വൃത്തിയാക്കാം എന്നുള്ളത്. അവൾക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവൾ SPC ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ +2 ലാസ്റ്റായി എന്ന് പറഞ്ഞാൽ പാസിംഗ് ഔട്ട് പരേഡാണ്. അപ്പോൾ പേരൻസിനും കാണാൻ പോകാൻ പറ്റും. അപ്പോൾ നേരത്തെ റെഡി ആയിട്ട് അവൾക്ക് നേരത്തെ പോകണമായിരുന്നു. അപ്പം ഞങ്ങളും അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇങ്ങനെ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പം നല്ല മുന്തിരി വേവുന്ന മണം വന്ന് നോക്കിയപ്പോൾ അമ്മ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുവാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹോമിയോ മരുന്ന് തീർന്നപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് കമ്മൽ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അടുക്കളയിലോട്ട് ഇങ്ങനെ വെയിൽ കയറുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. നമുക്ക് സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ചട്നിയായിരുന്നു. വേറെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് ധൃതിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ബസ്സിൽ കയറി കഴിഞ്ഞ് പോകുന്ന ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേരെ എല്ലാം പരേഡിന് ഗ്രൗണ്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്ത് നിർത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പേരൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പരേഡ് ഗ്രൗണ്ടിൽ അവരിങ്ങനെ ഒരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കൂളായിരുന്നു അത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചെങ്കിന്ന് സൂം ചെയ്ത് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരുടെ പരേഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ അനിയത്തിയും കൂടെ ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ പരേഡൊക്കെ കാണുന്നേ. പരേഡൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മിക്കവാറും ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട്. ഇവിടെ ഊണ് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മ എന്നെ കൊണ്ടുവന്നു. അവിടെ ഊണിന് സമയമായിട്ടില്ലായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയും കോഫിയും മേടിച്ചു, ഫിൽറ്റർ കോഫിയും മേടിച്ച് കുടിച്ചു. അവിടെ ഞാൻ മിക്കപ്പോഴും പേട മേടിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ പേടയായിരുന്നു, അതവിടെ തീർന്നു പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ച് വെക്കണേന്ന്. അതും മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. എനിക്ക് തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വീഡിയോ റിവേഴ്സ് ഇട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ക്ഷീണം മാറ്റാൻ അമ്മയുടെ ഒരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസും കുടിച്ചു. പിന്നെ റഫലിലൂടെ ഒരു ചോക്ലേറ്റും കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.